ആദ്യമൊക്കെ ഈ വീൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റാവുമോ, ശരിക്കും ഇത് പോസിബിൾ ആവുമോ എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അത് കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ ഓരോന്നുണ്ടാക്കി പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു 1 വീക്ക് മീൽ പ്രിപ്പറേഷൻ ചെയ്ത അംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളെല്ലാം വാങ്ങി. സംഭവം നല്ല എളുപ്പമാണ്, കാരണം ഒരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോണിലോ ഐപാഡിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ വെച്ചിട്ട് അങ്ങ് കാണാൻ നിൽക്കുക. അതിൻ്റെ ഒപ്പം അരിയിലും കുക്കിങ്ങും ഒക്കെ ആയിട്ട് നിന്ന് പണ്ടാരടങ്ങും. അവസാനമാകുമ്പോൾ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് മലർന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അതോടുകൂടി കഴിഞ്ഞു, ആ ഒരു ആഴ്ചത്തെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവുള്ളൂ. ചോറ് ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും എടുത്ത് പരത്തുക. അതുപോലെ തന്നെ ഈ അവിയൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഞാൻ തേങ്ങയുടെ അത് ആഡ് ചെയ്തിട്ടില്ല, കാരണം തേങ്ങ ഇനി പെട്ടെന്ന് നാശമായാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സംഭവം ഇത് ഒറ്റയടിക്ക് എടുത്ത് പണിയാണെന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തത് മൊത്തം വളിച്ചു പോകും കേട്ടോ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഒരു മീൽ പ്രിപ്പറേഷൻ 1 വീക്ക് മീൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം ഭയങ്കര സുഖമാണ്, നമുക്ക് കുറേ ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ചെയ്ത് സംഭവം സക്സസ് ആയി, കാരണം ഒരു 1 വീക്ക് പിന്നെ ഇടയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. നാളെ ഇനി എന്തെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ലഞ്ചിന് എന്ത്, അതൊക്കെ അങ്ങ് പെട്ടെന്ന് സോർട്ടായി. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു അല്ലറ ചില്ലറ ഉപ്പേരി സാമ്പാർ കറികൾ എല്ലാം ഒരാഴ്ചത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്.